VETOയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഫോറിൻ കോപ്പറേഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പോകുന്നത്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇംഗ്ലണ്ടിൻ്റെ കോപ്പറേറ്റീവ് ചരിത്രത്തെക്കുറിച്ചാണ് ഫോറിൻ കോപ്പറേഷനിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹകരണ ചരിത്രം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ സഹകരണ സംഘങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം ചെലുത്തിയ വ്യക്തികൾ, അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ, അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനങ്ങൾ, ഇമ്പാക്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇതിനകത്ത് ഓപ്ഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ പഠിച്ചു വന്നിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുണ്ടാകാം, കോപ്പറേഷൻ ഐച്ഛിക വിഷയം അല്ലെങ്കിൽ അതിനുശേഷം പഠിച്ച് വരുന്ന ആൾക്കാരുണ്ടാകും. എന്ത് തന്നെയായിരുന്നാലും ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് ഫൈനൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിന് കോപ്പറേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. 18th സെഞ്ച്വറിയിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം, അവിടെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മെക്കനൈസേഷൻ അല്ലെങ്കിൽ മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഉപയോഗിച്ചുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു. പക്ഷേ ഈ 18th സെഞ്ച്വറിക്ക് ബാക്കിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ജനങ്ങൾ സ്വന്തം നിലയിൽ കോട്ടേജ് ഇൻഡസ്ട്രീസിലായിരുന്നു അല്ലെങ്കിൽ കുടിൽ വ്യവസായ രീതികളും മറ്റുമൊക്കെ ആയിരുന്നു. കുടിൽ വ്യവസായങ്ങളാണ് എന്നുവെച്ചാൽ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ നിർമ്മിക്കുന്ന തറികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മെഷീനറീസ് അല്ലാത്ത രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും മറ്റും ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ മെഷീനറീസും മറ്റുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷൻ വന്നപ്പോൾ ഇത്തരം ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി, അല്ലെങ്കിൽ അവർ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നു. അൺഎംപ്ലോയ്മെൻ്റ് ആണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയത്. ഇത്തരക്കാർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി, അതിൻ്റെ ഇമ്പാക്റ്റായി അവർ ദാരിദ്ര്യത്തിലേക്ക് പോയി. ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് പുതിയതായി അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാവുക എന്നത് അനിവാര്യമായി വന്നു. അതിൻ്റെ റിസൾട്ടാണ് അവിടെ ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്, അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ അതിൻ്റെ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന എസ്സേ ടൈപ്സ് കാര്യങ്ങളിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ കേസ് അങ്ങോട്ട് കേട്ടോളാം. നമ്മൾ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുന്നൊരു കാര്യമാണ്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ്സ്, ദ ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. ഉപഭോക്തൃ സഹകാരികൾ, കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത് നമ്മൾ പഠിക്കുന്ന അതുപോലെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്, ഇംഗ്ലണ്ട്. ആൻസർ ഇംഗ്ലണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചോളണം. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ശ്രദ്ധിച്ചോളുക, 3 ക്വസ്റ്റ്യനെ കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റുന്നതാണ്. ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് ഇംഗ്ലണ്ട്. ആൻസർ ഇംഗ്ലണ്ട്. സി, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ഈ ഇയർ അങ്ങോട്ട് സ്പെസിഫൈ ചെയ്യാണ്. 1852 1852 പഠിച്ചു വെച്ചോളണം. ഇൻഡസ്ട്രിയൽ പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട്. Industrial Provident Societies Act is in 1852 is the first cooperative legislation in the world. 3 ക്വസ്റ്റ്യൻ ആണ് അത് കണക്ട് ചെയ്യുന്നത്. The first cooperative legislation in the world is
Industrial Provident Societies Act. It was passed in the year 1852. 3 questions are to be connected in 1 point. നോക്കൂ, Industrial Provident Societies Act 1852. It is the first cooperative legislation in the world. Cooperative legislation, സഹകരണ നിയമനിർമ്മാണം ലോകത്തിൽ തന്നെ. The first cooperative legislation in the world is Industrial Provident Societies Act of 1852. Then അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ. ഈ ക്വസ്റ്റ്യൻ കണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. കോപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചോളം, മോട്ടിവേറ്റഡ് പീപ്പിൾ. മോട്ടിവേറ്റഡ് പീപ്പിൾ പഠിച്ചു വെച്ചോണ്ട കാര്യം എന്താണെന്നറിയാമോ? മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രചോദനം നൽകുക എന്നാണ്. പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്ന് വെച്ചാൽ, ഈ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഞാൻ ഇതിൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മെക്കനൈസ്ഡ് അല്ലെങ്കിൽ മെഷീനറി ഉപയോഗിച്ചുള്ള പ്രൊഡക്ഷൻ സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ്. അല്ലെങ്കിൽ അതനുസരിച്ച് വന്നപ്പോൾ നമ്മൾ കോട്ടേജ് ഇൻഡസ്ട്രീസ് തകിടം പറഞ്ഞു എന്നാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ഉപജീവന മാർഗം എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കണം എന്ന രൂപമാണ്, അല്ലെങ്കിൽ എന്ന ചിന്തയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് അത് ഇംഗ്ലണ്ടിലാണ് തുടക്കമിട്ടത് കൊണ്ടാണ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് ഇൻ ഇംഗ്ലണ്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ, ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്, അതിൻ്റെ സമാരംഭം എന്ന് പറയുന്നത് മോട്ടിവേറ്റഡ് പീപ്പിൾ. ദ മോട്ടിവേറ്റഡ് പീപ്പിൾ, ആൻസർ അതാണ്, മോട്ടിവേറ്റഡ് പീപ്പിൾ. ഓക്കെ, അപ്പം ദ ഫസ്റ്റ് ലെയറിൽ നമ്മൾ പഠിക്കുന്നു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ടിൽ. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ 3 കാര്യങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ മനസ്സിലാക്കുക. ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്, birthplace of cooperative movement, birthplace of housing cooperatives. Answer is England. Then അടുത്തൊരു question, Industrial Provident Societies Act. Industrial Provident Societies Act 1852. It is the first cooperative legislation in the world. അടുത്ത വന്നിട്ട് cooperative movement was started by motivated people. Okay, അടുത്ത നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കുക, പ്യുവർ ഡെപ്പോസിറ്റ് ബാങ്കിങ്. പ്യുവർ ഡെപ്പോസിറ്റ് ബാങ്കിങ് ഈസ് റിലേറ്റ്സ് ടു ഓർ അസോസിയേറ്റഡ് വിത്ത് ഇംഗ്ലണ്ട്. ക്വസ്റ്റ്യൻ, പ്യുവർ ഡെപ്പോസിറ്റ് ബാങ്കിങ്. പ്യുവർ ഡെപ്പോസിറ്റ് ബാങ്കിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓർ റിലേറ്റ്സ് ടു ഇംഗ്ലണ്ട്. സി, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട് ഈസ്, ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട് ഈസ്, പഠിച്ചു വെച്ചോളം, ഹോളിയോക്ക് ഹൗസ് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട്. ഈ ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹോളിയോക്ക് ഹൗസ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് വാസ്, ഈ കാസ്റ്റിംഗ് പഠിച്ചു വെച്ചോളം, ബ്രെയിൻ ചൈൽഡ് ഓഫ് exploited class of persons during industrial revolution. Exploited class of peoples or exploited class of persons എന്ന് വെച്ചാൽ, ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി ഒരുപാട് ആൾക്കാർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. മാത്രമല്ല, ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മതിയായ ലാഭവിലയ്ക്ക് വിറ്റഴിക്കാൻ പറ്റാതെ വന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ചീപ്പ് റേറ്റിന് വാങ്ങിയിട്ട് ഹൈ വിലയ്ക്ക് അല്ലെങ്കിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ താളം തെറ്റിച്ചു. ഇതാണ് എക്സ്പ്ലോയിറ്റഡ് ക്ലാസ് ഓഫ് പേഴ്സൺസ് എന്ന് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്. എക്സ്പ്ലോയിറ്റഡ് ക്ലാസ് ഓഫ് പീപ്പിൾസ്. ഈ എക്സ്പ്ലോയിറ്റഡ് ക്ലാസ് ഓഫ് പീപ്പിൾസ് ആണ് ഒരു സംഘടിത രൂപമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ടൊരു മാർഗം ഉണ്ടാവുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ആശയം, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ മൂവ്മെന്റ്, അതിനെ പറയുന്ന പേരാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട്. The cooperative movement in England was the brainchild of, ഈ വാക്കിനെ പഠിച്ചോളം, brainchild of exploited class of persons during industrial revolution, that is 18th century. Okay, then അടുത്തത്, ഈ വാക്ക് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളണം, റോക്ക്ഡെയിൽ പയനിയേഴ്സ്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു വന്ന സമയത്ത് റോച്ച്ഡെയിൽ എന്നായിരിക്കും പറഞ്ഞിരിക്കുക. റോച്ച്ഡെയിൽ ഓർ റോക്ക്ഡെയിൽ, നമ്മൾ സാധാ പറയുന്നത് റോക്ക്ഡെയിൽ എന്നാണ്. റോക്ക്ഡെയിൽ പയനിയേഴ്സ്. ഈ റോക്ക്ഡെയിൽ പയനിയേഴ്സ് നമ്മൾ ഡിസ്കഷനിൽ വരുമ്പോഴത്തേക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ റോക്ക്ഡെയിൽ പയനിയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 വേർഡ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് മേക്ക് ചെയ്തിരിക്കുകയാണ്. റോക്ക്ഡെയിൽ പയനിയേഴ്സ്, ഇക്വിറ്റബിൾ സൊസൈറ്റി. ഈ കാര്യം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം.
Rockdale Pioneers Equitable Society, the first consumer society formed in England. The birthplace of Consumers Cooperative Society. നമ്മൾ പഠിച്ചു ഇംഗ്ലണ്ട്. The birthplace of Consumers Cooperative Societies in England. The first consumer cooperative society was started. That is Rockdale Equitable Society or Rockdale Pioneers Equitable Society is the first consumer society formed in England. Okay? അപ്പോൾ നമ്മൾ 9 ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പറഞ്ഞെന്താ പ്യുവർ ഡെപ്പോസിറ്റ് ബാങ്കിങ്. വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം അണ്ടർലൈൻ ചെയ്ത് കൊടുത്താൽ മതി. പ്യുവർ ഡെപ്പോസിറ്റ് ബാങ്കിങ് റിലേറ്റ്സ് ടു വാട്ട്? റിലേറ്റ്സ് ടു ഇംഗ്ലണ്ട്. Then headquarters of cooperative union in England, Holyoke House. Then cooperative movement in England was the brainchild of exploited class of peoples during the Industrial Revolution. Then question, Rockdale Pioneers Equitable Society, RPES. പിന്നീട് നമ്മൾ RPES എന്ന് പറഞ്ഞാൽ Rockdale Equitable Pioneers Society was first consumer society formed in England. Okay? അടുത്തത് നമ്മൾ ഈ ഹെഡ് എന്ന് ആദ്യം അങ്ങോട്ട് ശ്രദ്ധിച്ചോളണം. Terms associated with cooperation in England. Terms associated with cooperation in England. നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട് വരുന്ന ടേംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്നൊന്ന് ജസ്റ്റ് മെമ്മറിയിൽ ഫീഡ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ നമ്മളൊരു പേപ്പറോ മറ്റോ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന് കോപ്പറേറ്റീവ് പാർട്ടി, ദ ടേംസ് അസോസിയേറ്റഡ് വിത്ത് കോപ്പറേഷൻ ഇൻ ഇംഗ്ലണ്ട്. ദെൻ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ദെൻ കോൺ ലോസ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫോം ചെയ്തിരിക്കുന്ന ലോസ്, കോൺ ലോസ്. ദെൻ വുമൻ ഗിൽഡ്. Then friendly societies. Then labor knots. ഈ ലേബർ നോട്ട്സ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, അത് പറയാം. Then labor exchange. Then cooperative wholesale stores. ഇതിൽ നമ്മൾ എന്തിനാണെന്നറിയാമോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ ഒരു ഓപ്ഷൻ തന്നെയാണ്. കോപ്പറേറ്റീവ് പാർട്ടി ഉണ്ടാവാം, ചിലപ്പോൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആകാം, അല്ലെങ്കിൽ കോൺ ലോസ് ആകാം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമാവാം. എന്നിട്ട് മറ്റ് ഓപ്ഷൻസ് വേറെ എന്തെങ്കിലും ആയിരിക്കും, വേറെ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാ, ദ ടേംസ് അസോസിയേറ്റഡ് വിത്ത് കോപ്പറേഷൻ ഇൻ ഓർ കോപ്പറേറ്റീവ് ലോ ഇൻ ഇംഗ്ലണ്ട് ഈസ്, അല്ലെങ്കിൽ കോപ്പറേഷൻ ഇൻ ഇംഗ്ലണ്ട് ഈസ് വാട്ട്? അതിൽ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചോളണം. കോപ്പറേറ്റീവ് പാർട്ടി, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, ദെൻ കോൺ ലോസ്, വിമൻ ഗിൽഡ്, ദെൻ ഫ്രണ്ട്ലി സൊസൈറ്റീസ്, ലേബർ നോട്ട്സ്, ലേബർ എക്സ്ചേഞ്ച്. അതിൽ ഈ ഒരു കാര്യം ഞാനിന്ന് മുൻകൂട്ടി പറയാണ്, അത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. ലേബർ നോട്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലണ്ടിൽ സഹകരണ സംഘങ്ങൾ ഫോം ചെയ്യുന്നതിൽ മുൻകൈ എടുത്ത, അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ, റോബർട്ട് ഓവൻ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇദ്ദേഹം ഇതിനകത്തൊരു കാര്യം അവതരിപ്പിച്ചിരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലേബർ നോട്ട്സ് എന്ന് പറയുന്നത്. അതായത് അയാളൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ എത്ര അവറാണോ എടുക്കുന്നത് അതിന് ആനുപാതികമായിട്ടായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ലേബർ നോട്ട്സ്. അപ്പം സപ്പോസ് 10 hours ആണ് ദ പ്രൊഡക്ഷൻ ടൈം ഓഫ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇസ് 10 hours. ഇയാൾക്ക് കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 10 ആയിരിക്കും, അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടായിരിക്കും. അതാണ് ലേബർ നോട്ട്സ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് ആ ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ ടൈം എടുത്ത് ഇഫോർട്ട് എടുത്ത് ചെയ്യുമോ അതനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും മറ്റും കൂടും. പക്ഷേ അത് കാലക്രമേണ അതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രമേണ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ടൈം എടുത്തു എന്ന് പറയുകയും, അല്ലെങ്കിൽ കൂടുതൽ ടൈം എടുത്ത് ഉൽപ്പാദിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഫെയിലിയറിലേക്ക് നയിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതനുസരിച്ച് ലേബർ എക്സ്ചേഞ്ചസ്, എന്നിട്ട് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വിൽപ്പിച്ചടിക്കുന്നതിന് വേണ്ടിയിട്ട് ലേബർ എക്സ്ചേഞ്ചസ്, അവിടെ വന്നിട്ട് ലേബർ എക്സ്ചേഞ്ചസിൽ അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കിട്ടുന്നത് ലേബർ നോട്ട്സ് കിട്ടും. മീൻസ് ഹൗ മച്ച്, അല്ലെങ്കിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തു ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ദെൻ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഈ ടേംസിൽ ഒന്ന് മെമ്മറിയിൽ ഒന്നുകൂടെ ഇട്ടേക്കുക. കോപ്പറേറ്റീവ് പാർട്ടി, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, കോൺ ലോസ്, വിമൻ ഗിൽഡ്, ഫ്രണ്ട്ലി സൊസൈറ്റീസ്, ലേബർ നോട്ട്സ്, ലേബർ എക്സ്ചേഞ്ച്, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ. പിന്നെ നോക്കാം റോബർട്ട് ഓവൻ. ഈ മേഖല അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യത്തെ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലായിക്കൊള്ളണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണത്.
ഇത് ആ ഹെഡ് മത്സരം റോബർട്ട് ഓവൻ, അദ്ദേഹത്തിൻ്റെ 1771 to 1858. അതിൽ ഈ റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ട് വരുന്ന A to Z അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത്, റോബർട്ട് ഓവൻ വാസ് ദ പയനീർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ്. ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ്. ഇദ്ദേഹം ഒരു മിൽ തൊഴിലാളിയായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു മിൽ തൊഴിലാളിയായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിംഗ് നേച്ചർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹജീവി സ്നേഹം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഉന്നമനം ചെയ്യണം എന്നൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ ചിന്ത ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും അല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ടൊരു സഹകരണ സംഘ പ്രസ്ഥാനത്തിന് വഴിവെച്ചുവെന്നാണ്. പിന്നീട് ഇദ്ദേഹം ആ മില്ലിൻ്റെ ഉടമയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏക മകൾ ഡോട്ടറിനെ വിവാഹം കഴിക്കുന്നുണ്ട്. ഈ ഡോട്ടറിന് അല്ലെങ്കിൽ ആ മകൾക്ക്, മില്ലിൻ്റെ ഉടമയ്ക്ക് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. അവകാശികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലേറ്റർ റോബർട്ട് ഓവൻ ബിക്കംസ് ദ ഓണർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മിൽ എന്നാണ്, അല്ലെങ്കിൽ ആ മില്ലിൻ്റെ ഉടമയായി തീരുന്ന ഒരു സംഭവമുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നു. ഒരുപാട് ആൾക്കാരെ സംഘടിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ മിൽ തൊഴിലാളികളാക്കി മാറ്റുന്നു. അവിടെ ജനങ്ങളുടെ ഹാർഡ് വർക്കിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം അതിനകത്ത് ഫെയർ ആൻഡ് എക്വിറ്റബിൾ ആൻഡ് ജസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലേബേഴ്സിന് സാലറി കൊടുക്കുന്നു. നല്ല വർക്കിംഗ് കണ്ടീഷൻസ് പ്രദാനം ചെയ്യുന്നു. ഒരു ഇൻസ്പയറിംഗ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ് ആയിട്ട് ഇൻസ്പയറിംഗ് കോപ്പറേറ്റീവ്സ് ആയിട്ട് വളർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കെന്ന് പറയുന്നത് നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കോപ്പറേറ്റീവ് ചരിത്രം പറയുമ്പോൾ റോബർട്ട് ഓവനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പയനീർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ്. പയനീർ എന്ന വാക്കിനർത്ഥം മുൻപൻ, മുൻഗാമി, പ്രഥമ സ്ഥാനീയൻ എന്നൊക്കെ അർത്ഥം. ദ പയനീർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് ഈസ് റോബർട്ട് ഓവൻ. ദെൻ നോക്കൂ, ന്യൂ സ്കീം ഓഫ് കൊളോണലൈസേഷൻ നോൺ ആസ് വില്ലേജ് ഓഫ് കോപ്പറേഷൻ ഓർ കോപ്പറേറ്റീവ് കോളനി ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോബർട്ട് ഓവൻ. ഈ ക്വസ്റ്റ്യൻ ഇതാ, എ ന്യൂ സ്കീം ഓഫ് കൊളോണലൈസേഷൻ, ദ കൊളോണലൈസേഷൻസ് നോൺ ആസ് വില്ലേജ് ഓഫ് കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് കോളനി എന്ന് വെച്ചാൽ സഹകാരികളുടെ ഒരു കൂട്ടത്തെ ഡെവലപ്പ് ചെയ്യുക. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ കൂടുതൽ സഹകാരി, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. സ്വയം സഹായം അത് പരസ്പര സഹായമാക്കി മാറ്റുക. ഒരു ഗ്രാമമേഖല അല്ലെങ്കിൽ ഒരു മേഖലയിലെ ജനങ്ങളെല്ലാം തന്നെ ഒത്തൊരുമിച്ച് ഒരേ മനസ്സാൽ പ്രവർത്തിച്ച് അവരുടെ അധ്വാനവും അവരുടെ കയ്യിലുള്ള പണവും തന്നെ ഒത്തൊരുമിച്ചിടുകയും ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്ത് കഠിനാധ്വാനം ചെയ്തുകൊണ്ടുണ്ടാകുന്ന നേട്ടത്തെ തുല്യമായി അല്ലെങ്കിൽ ഈക്വലായിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും രീതികൾക്കനുസരിച്ച് അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ പ്രതിഫലമായിട്ട് തിരിച്ചെടുക്കുന്ന ഒരു മെത്തേഡ്. അപ്പം ഞാൻ നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾ തിരിച്ച് നമ്മളെ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പരസ്പര സഹായങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയുടെ അപ്ലിഫ്റ്റ്മെൻറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിലേക്ക് പോകും. അത് ഒരു ഗ്രാമത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഒരു വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റ്, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, അതിലൂടെ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ലോകത്തിൻ്റെ വികസനത്തിലേക്ക് നെറുകയിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ആളാണ് ഈ റോബർട്ട് ഓവൻ. ഓക്കെ, അപ്പം ദ ന്യൂ സ്കീം, അപ്പം റോബർട്ട് ഓവൻ ഇൻട്രൊഡ്യൂസസ് എ ന്യൂ സ്കീം, ഒരു പുതിയ പദ്ധതി എന്നേ ഉള്ളൂ. എ ന്യൂ സ്കീം ഓഫ് കൊളോണൈസേഷൻ നോൺ ആസ്, പഠിച്ചു വെച്ചോളം, വില്ലേജ് ഓഫ് കോപ്പറേഷൻ ഓർ കോപ്പറേറ്റീവ് കോളനി. Village of cooperation or cooperative colony is a new scheme introduced by Robert Owen. Okay, then അടുത്ത കേസ് നോക്കിയാട്ടെ. the first experiment, അദ്ദേഹത്തിൻ്റെ ആദ്യ പരീക്ഷണമാണ് ചെയ്തിരിക്കുന്നത്. റോബർട്ട് ഓവൻ സഹകരണ പ്രസ്ഥാനങ്ങളെ, ഇംഗ്ലണ്ടിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഈസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് Village of Cooperation. Village of Cooperation, the new scheme of colonization known as Village of Cooperation or Cooperative Colony. This is the first experiment. ആദ്യത്തെ പരീക്ഷണം എന്ന് വെച്ചാൽ ജനങ്ങളെ ഗ്രാമമേഖലയിലെ അല്ലെങ്കിൽ ആ മേഖലയിലെ ജനങ്ങളെ കൂട്ടി സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വഴിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ദ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഓഫ് റോബർട്ട് ഓവൻ ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വില്ലേജ് ഓഫ് കോപ്പറേഷൻ ഈസ് പോപ്പുലർലി നോൺ ആസ്. ക്വസ്റ്റ്യൻ ഇതാണ്, കമ്മ്യൂണിസ്റ്റ് കോളനീസ്. ഈ ആൻസർ ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. എങ്ങനെയാ നോക്കൂ, ദ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വില്ലേജ് ഓഫ് കോപ്പറേഷൻ ഈസ് പോപ്പുലർലി നോൺ ആസ് ദ കമ്മ്യൂണിസ്റ്റ് കോളനീസ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. ഇതിനകത്ത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവരുത്. ആൻസർ എഴുതുമ്പോൾ തിരിയരുത്. ന്യൂ സ്കീം ഓഫ് കൊളോണലൈസേഷൻ ഈസ് നോൺ ആസ് വില്ലേജ് ഓഫ് കോപ്പറേഷൻ ഓർ കോപ്പറേറ്റീവ് കോളനി.
The first experiment in the establishment of village of cooperation, popularly known as communist colonies. Then അടുത്ത വന്നിട്ട് റോബർട്ട് ഓവനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് മനസ്സിലാക്കി. ഈസ് ബോൺ ഇൻ 40th 5th 1771. ഇദ്ദേഹം ജനിക്കുന്ന സ്ഥലം ന്യൂട്ടൺ, UK-യിലെ ന്യൂട്ടണിലാണ് ഈ റോബർട്ട് ഓവൻ ജനിക്കുന്നത്. 14/5/1771. 1771. Is born in Newton, a small town of UK. Then ഇദ്ദേഹം മരിക്കുന്നത് 17/11/1858. അതായത് 1771 മുതൽ 1858 വരെയുള്ള കാലഘട്ടമാണ് റോബർട്ട് ഓവൻ്റെ. അപ്പം അതിനകത്ത് ആ 2 വർഷം മനസ്സിലാക്കുക. ഈ ന്യൂട്ടൺ UK അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ആണ്, ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ. ദെൻ ഈ 2 ക്വസ്റ്റ്യൻ, രണ്ട് ഞാൻ ടിക്കിട്ടിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് ഈസ് റോബർട്ട് ഓവൻ. ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. 2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ദ ഫാദർ ആൻഡ് ഫൗണ്ടർ എന്നങ്ങ് നോക്കി മനസ്സിലാക്കിയാൽ മതി. ദ ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് ഈസ് റോബർട്ട് ഓവൻ. ഓക്കെ. ദെൻ ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു മിൽ തൊഴിലാളിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ലേറ്റർ ഹി ബിക്കംസ് ദ ഓണർ ഓഫ് ദ മിൽ. എങ്ങനെയാണ് അദ്ദേഹം ആ മില്ലിൻ്റെ ഉടമയാകുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. മില്ല് ഉടമയുടെ ഏക മകൾ ആണ് അയാൾ വിവാഹം കഴിക്കുന്നത്. നോ ലീഗൽ ഹെയർസ്, അവർക്ക് വേറെ അവകാശികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ മില്ല് അദ്ദേഹത്തിൻ്റെ കാലശേഷം റോബർട്ട് ഓവനാണ് നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് കരോളിൻ ഡെയിൽ. പഠിച്ചു വെച്ചോളും. ദ നെയിം ഓഫ് വൈഫ് ഓഫ് റോബർട്ട് ഓവൻ, കരോളിൻ ഡെയിൽ. അപ്പം ഇതിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. അതിൽ ചോദിച്ചിട്ടുള്ളത് 2 ഞാൻ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് പലപ്പോഴും. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്, ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്, റോബർട്ട് ഓവൻ. ദെൻ അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വില്ലേജ് ഓഫ് കോപ്പറേഷൻ, പോപ്പുലർലി നോൺ ആസ് വാട്ട്? Popularly known as communist colonies. The new scheme of colonization introduced by Robert Owen is village of cooperation or cooperative colony. It is popularly known as communist colonies. Then the welfare activities in the pioneer, the pioneer of welfare activities, Robert Owen. The pioneer of welfare activities is Robert Owen. Then the founder of cooperative movement in the world is Robert Owen. Then name of his wife, Caroline Dale. Caroline Dale. അടുത്തത് നോക്കൂ. ഈ കാര്യം ആദ്യം അങ്ങോട്ട് എടുക്കുക. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി, ഒരു പുതിയ കാഴ്ചപ്പാട്. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ പേരാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, റോബർട്ട് ഓവൻ പബ്ലിഷ്ഡ് ഹിസ് ബുക്ക് നെയിംഡ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി is the famous book published by Robert Owen. Then ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് നോക്കിക്കൊള്ളണം. നോ മാൻ ബൈ ബർത്ത് neither too good nor too bad, but circumstances make a man good or bad. Famous statement by Robert Owen. No man by birth neither too good nor too bad, but circumstances make a man good or bad. നമ്മൾ പറഞ്ഞല്ലോ, ഇംഗ്ലണ്ടിൻ്റെ പരിതസ്ഥിതി എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതം അത് വളരെ സ്കാറ്റേഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചിന്ന ഭിന്നമാകുന്ന അല്ലെങ്കിൽ പല രൂപത്തിലായിരുന്നു. കാരണം വ്യക്തമായ ഒരു ഉപജീവന മാർഗം ഇല്ലാത്ത ഒരു അവസ്ഥ ആയിരുന്നു. അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ തുടക്കം കൂടുതൽ ദുസ്സഹമാക്കി. ജീവിത സാഹചര്യങ്ങൾ വഴിമുട്ടി വരുമ്പോഴാണ് മനുഷ്യർ ഓരോരോ ജീവിത സാഹചര്യങ്ങൾ വഴിമുട്ടി വരുമ്പോൾ പുതിയ പുതിയ മേഖലകളും മേച്ചിൽപ്പുറങ്ങളും തേടുന്നത്. അങ്ങനെ സർക്കംസ്റ്റാൻസസ് ആണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് ഒരു വ്യക്തിയെ നല്ലവനും ചീത്തയുമാക്കി മാറ്റുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കൊട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് നിങ്ങളത് മനസ്സിലാക്കി വെച്ചോളുക. നോ മാൻ ബൈ ബർത്ത് നെയ്തർ ടു ഗുഡ് നോർ ടു ബാഡ്,
but circumstances make a man good or bad. It's a famous statement by Robert Owen. New Lanark Mill is associated with റോബർട്ട് ഓവൻ. ഈ കാര്യമാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. റോബർട്ട് ഓവനെ കുറിച്ച് നമുക്കറിയാം. ന്യൂ ലെനാർക്ക് മിൽ. ന്യൂ ലെനാർക്ക് മിൽ is associated with Robert Owen. Then the communities by Robert Owen. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ആദ്യം ഞാൻ ഇതിന്റെ ആൻസർ പറയാണ്. ഓർബിറ്റ്സൺ, ഇത് കണ്ടോ, ഓർബിറ്റ്സൺ ഇൻ സ്കോട്ട്ലൻഡ്, New Harmony in Indiana. This is the communities by Robert Owen. The communities by Robert Owen, it's Orbitson in Scotland and New Harmony in Indiana. New Harmony means പുതിയ ആൾക്കാരെ, സഹകാരികളെ അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ വേഗത ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേഗത കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങളുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റീസ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അത് പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ദ കമ്മ്യൂണിറ്റീസ് ബൈ റോബർട്ട് ഓവൻ. ഈ രണ്ട് കാര്യം പഠിച്ചു വെച്ചോളും. ഓർബിറ്റ്സൺ ഇൻ സ്കോട്ട്ലൻഡ്, ന്യൂ ഹാർമണി ഇൻ ഇന്ത്യാന. അപ്പം നമ്മൾ ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഓർബിറ്റ്സൺ ഇൻ സ്കോട്ട്ലൻഡ് ഉണ്ടോ എന്ന് നോക്കുക, ന്യൂ ഹാർമണി ഇൻ ഇന്ത്യാന. ദീസ് ആർ ദ കമ്മ്യൂണിറ്റീസ് ബൈ റോബർട്ട് ഓവൻ. ഇനി വേറൊരു കേസ് നമ്മൾ പഠിക്കുന്നത്, റോബർട്ട് ഓവൻ വാസ് ആൻ ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ്. ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റോബർട്ട് ഓവൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് കാര്യങ്ങളെല്ലാം വളരെ വിദഗ്ധമായിട്ട് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഫെയില്യൂർ ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം വില്യം കിങ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് വരുന്നുണ്ട്. വില്യം കിങ്, ഇംഗ്ലണ്ടിന്റെ കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ റോബർട്ട് ഓവന് ശേഷം വരുന്നത് വില്യം കിങ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അന്ന് ദൈവവിശ്വാസവും മറ്റു കാര്യങ്ങളും ക്രിസ്ത്യാനിറ്റിയിലേക്ക് വലുതായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഈ ക്രിസ്ത്യാനിറ്റിയെയും കമ്മ്യൂണൽ ലൈഫിനെയും കൂടിയൊക്കെ തന്നെ മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിന് തുടക്കം കുറിച്ചിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയും അദ്ദേഹം തന്നെ ക്രിസ്ത്യാനിറ്റിയെ വലുതായിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഗോഡിലൊക്കെ വലിയ വിശ്വാസം അല്ലെങ്കിൽ അത്തരം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളായിരുന്നു റോബർട്ട് ഓവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല പരീക്ഷണങ്ങളും എൻഡ് റിസൾട്ടായി തീരുമ്പോഴത്തേക്ക് അതിന്റെ ഫെയില്യൂർ ആയിട്ട് കാണാൻ കഴിയുന്നത്. ദാറ്റ്സ് വൈ നമ്മളിവിടെ പറയുന്നത് റോബർട്ട് ഓവൻ വാസ് ആൻ ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ്. പഠിച്ചോളൂ, റോബർട്ട് ഓവൻ വാസ് ആൻ ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ്. ദെൻ നോക്കൂ, ദ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയോളജി. പഠിച്ചു വെച്ചോളൂ, ദ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയോളജി. കോപ്പറേറ്റീവ് അല്ലെങ്കിൽ സഹകരണം, സഹവർത്തിത്വം, സഹകാരികൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ആശയം ജനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ ആണ്. റോബർട്ട് ഓവൻ വാസ് ദ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയോളജി. എന്നുവെച്ചാൽ സഹകരണ സംഘങ്ങൾ, സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. ഒരു ഗ്രാമമേഖലയിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താൻ സഹകരണ സംഘങ്ങളോളം പ്രാപ്തി മറ്റ് സംവിധാനങ്ങൾക്കില്ല എന്നാണ്. സഹകരണം, സഹകാരികൾ അല്ലെങ്കിൽ എന്നെപ്പോലെ മറ്റുള്ളവനെയും കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം, എൻ്റെ അവസ്ഥയിൽ നിന്നും വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഉയർന്നു പോകാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൻ്റെ പെർഫോമൻസ്, ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ കോപ്പറേറ്റീവ് ഐഡിയോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആള് എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ ആണ്. അപ്പോൾ ദ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് ഐഡിയോളജി, റോബർട്ട് ഓവൻ. ദെൻ ദ തിയറി ഡെവലപ്ഡ് ബൈ റോബർട്ട് ഓവൻ ഈസ് doctrine of circumstances. കണ്ടല്ലോ, ഇറ്റ്സ് എ തിയറി ഇൻട്രൊഡ്യൂസസ് ബൈ റോബർട്ട് ഓവൻ. അതിലാണ്ട് ഇതിവിടെ പറഞ്ഞല്ലോ, നോ മാൻ ബൈ ബർത്ത് നെയ്തർ ടു ഗുഡ് നോർ ടു ബാഡ്, ബട്ട് circumstances make a man good or bad. The circumstances make a man good or bad. This is the theory developed by Robert Owen, that is doctrine of circumstances. Doctrine of circumstances is developed by Robert Owen. Okay? അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നൊരു കേസ്, എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഈസ് ദ ഫേമസ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ റോബർട്ട് ഓവൻ. ഫേമസ് സ്റ്റേറ്റ്മെന്റ്, നോ മാൻ ബൈ ബർത്ത് നെയ്തർ ടു ഗുഡ് നോർ ടു ബാഡ്, ബട്ട് സർക്കംസ്റ്റൻസസ് മേക്ക് എ മാൻ ഗുഡ് ഓർ ബാഡ്. ന്യൂ ലെനാർക്ക് മിൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് റോബർട്ട് ഓവൻ. The famous communities of Robert Owen, Orbitson in Scotland, New Harmony in Indiana. Then Robert Owen was an utopian socialist. Then founder of cooperative ideology, Robert Owen. The founder of cooperative ideology, Robert Owen.
Then the theory developed by Robert Owen, that is doctrine of circumstances. ഒറ്റ മീനെപ്പോലും കിട്ടിയില്ലല്ലോ. ചിലപ്പോൾ സമയം ശരിയല്ലായിരിക്കും. ഇവിടെ മീനൊന്നും കാണത്തില്ല. ശേ, നമുക്ക് പോയാലോ? ഇവിടെ മീനൊന്നും ഇല്ലേ അപ്പൂപ്പ? Find solutions, not excuses. VETO, wherever you are. Competitive exams training through online and offline classes. Join now.